ആദ്യമായി വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ രാധാകുറുപ്പ്. അപ്പം നമുക്ക് അധികം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വിഭവമാണ് മുതിര. അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ ഗുണങ്ങളൊന്ന് കണ്ടാലോ. അതായത് കലോറി തീരെ കുറവാണ് മുതിരയിൽ. അതുകൊണ്ട് നമുക്ക് ശരീരഭാഗം മാനേജ് ചെയ്യാനായിട്ട് ഇത് മുതിര ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനും പ്രമേഹ രോഗം നിയന്ത്രിക്കാനും ശ്വാസകോശ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും കുറയ്ക്കാനായിട്ട് നമ്മുടെ ഈ മുതിര സഹായിക്കുന്നു. പിന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറയ്ക്കാൻ വളരെ സഹായിക്കുന്നെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കുറച്ച് ഗുണങ്ങളെ ഞാൻ പറഞ്ഞുള്ളൂ. ആ മുതിര കൊണ്ട് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേദിവസം രാത്രി ഒരു 200 ഗ്രാം മുതിര കുതിർത്ത് വെച്ചിരുന്നു. രാവിലെ വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് ഒരു പാനിനകത്തിലേക്ക് ഞാൻ ചൂടാക്കുവാണ്. ചൂടാക്കി ആ വെള്ളത്തിൻ്റെ മയം പോയി കഴിയുമ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഒരു വെള്ള കളർ പോലുള്ള ബ്രൗൺ കളർ പോലുള്ള ഈ മുതിര നല്ല റെഡ് ബ്രൗൺ ആവുന്നത് വരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കുമ്പോൾ നല്ല റെഡ് കളർ, അതായത് സിമ്മിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ. ആയി കഴിയുന്നുണ്ടേ ഇത് ആ റെഡ് കളർ പോലെ ആയി കഴിയുന്നുണ്ടേ നമ്മൾ കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുത്ത്. മുതിരയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് നല്ലതായിട്ട് വെള്ളം ചേർത്ത് വേവിക്കുക. 200 ഗ്രാം മുതിരയ്ക്ക് ഞാൻ 250ൻ്റെ 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് വേവിക്കാൻ വെച്ചത്. അപ്പം ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. ഈ പരുവായിട്ടുണ്ട്. ഈ പരുവാകുന്ന സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളിത് വേവാൻ വെച്ചു. ഇതിനായിട്ട് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ഒരു 10-12 ചുമന്നുള്ളിയും പിന്നെ നമ്മൾ വേവാൻ വെക്കുമ്പോൾ ഒരു കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കുക. ഇത് വേവാൻ വെച്ച ഉപ്പും ചേർക്കുക. ഇപ്പം വേവാൻ നമ്മൾ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഒരു 10-12 ചുമന്നുള്ളി വൃത്തിയാക്കി നമ്മൾ വെച്ചേക്കണം. അപ്പം തേങ്ങായും വേണം. അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതിന് കൂടുതൽ ഗുണമുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം ഈ ചുമന്നുള്ളി ഇതിലേക്കിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്നിളക്കി കഴിഞ്ഞിട്ട് ഈ കറിവേപ്പിലയിട്ട് തേങ്ങ ഇതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് അതൊന്ന് ഒരു മണം വരുന്നത് വരെ നമ്മൾ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തിട്ട് ഈ വെന്തിരിക്കുന്ന മുതിര ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിക്കുക.